പ്രിയമുള്ളവരെ, നാം ഇന്ന് ഫേസ്ബുക്കിലൂടെ അല്ലാതെ വാട്സപ്പിലൂടെയും നിരവധി കാര്യങ്ങൾ അറിവ് ലഭിക്കുന്നുണ്ട്. ഒത്തിരി അറിവുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറിവ് കൊടുക്കുന്നതിലെ ആളുകൾക്ക് ഭയങ്കര വാശിയാണ്. അറിവ് സ്വീകരിക്കുന്നതിൽ ആൾക്കാർക്ക് വിരക്തിയുമാണ്. കൊടുക്കുന്തോറും എന്ത് ചെയ്യാണ്? ഈ കൊടുക്കുന്ന ആൾക്ക് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കാതെ വരികയും കുറേ തട്ടിക്കളയെല്ലാം ചെയ്യുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയും. എന്തായാലും ലോകത്ത് അറിവ് എന്ന് പറയുന്ന ആ വസ്തുവിന് എപ്പോഴും മഹത്വമുണ്ട്. അത് ഏതറിവായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസത്തിൻ്റെ അറിവായിക്കൊള്ളട്ടെ, അറിവിന് മഹത്വമുണ്ട്. ഇൽമ്, അറിവ്. ഈ അറിവാണല്ലോ നമ്മെ പദവികളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇക്കാലത്ത് അറിവൊന്നും ഇല്ലവനും സമ്പത്തുണ്ടെങ്കിൽ അവനെ ഉന്നത പദവിയിലെത്തും. പക്ഷെ ഉന്നത പദവിയിലെത്തുന്നവനും മുന്നോട്ട് പോകുവാൻ വേണ്ടി അവൻ്റെ നഷ്ടപ്പെട്ട അറിവുകൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും മന്ത്രിമാരൊക്കെ ആകുമ്പോൾ 8ാം ക്ലാസ്സും പുസ്തകമുള്ളവരൊക്കെ മന്ത്രിയാകാറുണ്ട്. പിന്നെ തച്ചിനെ ആളെ നിർത്തി അവർ ഇൽമു പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു. അത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അറിവ് കുറയുമ്പോൾ ആ അറിവ് ഇൽമ് ഏതായി നോളജിന് വേണ്ടി ഓടുകയാണ്. ഇല്ലെങ്കിൽ നാം രണ്ടുപേരുടെ മുന്നിൽ അഭിസംബോധന ചെയ്യാൻ നേരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓട്ടോമാറ്റിക്കലി അവനിൽ അത് സ്വാധീനിക്കുകയാണ്. എന്നിരുന്നാലും സഹോദരന്മാരെ, അറിവുകൾ യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ എന്തും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സിസ്റ്റങ്ങൾ വരെയും, അതുപോലെ തന്നെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്താലും വിരൽത്തുമ്പുകളിൽ അറിവുകൾ ലഭ്യമാകുന്ന ഈ അവസരത്തിൽ സഹോദരന്മാരെ, ആരുടെ അറിവിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഉത്ബുദ്ധനാകണത് എന്ന് പറയുക അസാധ്യമാണ്. ഒരു ചിന്ത ഒരു മനുഷ്യനുണ്ടാകുന്നത്, ആ ചിന്തയിലൂടെ അവൻ രക്ഷപ്പെടുന്നത് ഏത് രീതിയിലാണെന്ന് തീരുമാനിക്കുന്നത് പടച്ചവനാണ്, പടച്ച തമ്പുരാനാണ്, സൃഷ്ടാവാണ്. ഈ നശ്വരമായ ജീവിതത്തിൽ ചിന്തയില്ലാതെ ആള് മുന്നോട്ടിങ്ങനെ പ്രയാണം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം സ്ഥിരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മുസൽമാനാകട്ടെ, ആരും ഇവിടെ ശാശ്വതമല്ല. പക്ഷെ നമ്മെ എന്തിനു വേണ്ടി ഭൂമി ലോകത്തേക്ക് അയച്ചു എന്നുള്ള ചിന്തയിലാണ് ആളുകൾക്ക് ഒരു സംശയം. നമ്മെ പടച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾക്ക് ഞാൻ ബുദ്ധിയും എല്ലാം തന്നിരിക്കുന്നത് എന്തിനാണ്? ചിന്താശേഷിയും മറ്റും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യന് തന്നിരിക്കുന്നത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത. നീ ചിന്തിക്കണം, ജീവിതത്തെയും മരണത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണ് ഉത്തമരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജീവിതവും മരണവും നിങ്ങൾക്ക് സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഏതായാലും ജീവിതമുണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും. ഈ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നന്മ പ്രവർത്തിക്കുന്നുണ്ടോ? ആരെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഏത് വിശ്വാസത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്? നിങ്ങൾക്ക് തലച്ചോറിലെ ചിന്തിക്കാനുള്ള ചിന്താശക്തി നിന്നില്ലയോ? സഹോദരന്മാരെ, എല്ലാ വസ്തുവിനും ഒരു കാലാവധിയുണ്ട്. എക്സ്പിറേഷൻ ഡേറ്റ് നമ്മൾ പറയാറുണ്ട്, എക്സ്പയർഡ് കാലാവധി എന്നൊക്കെ അല്ലേ? എക്സ്പയർഡ് കാലാവധി, ഇതിൻ്റെ ഈ എക്സ്പയർ കാലാവധി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കാലാവധിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാലാവധി മനുഷ്യൻ നിശ്ചയിച്ചിട്ട് ആ കാലാവധിക്കുള്ളിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുകയാണ്. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നന്മയിലൂടെ കുറെ ആളുകൾ പോകുന്നത് കാണുന്നു. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ തിന്മ ചെയ്യുന്ന കുറെ ആളുകളെ കാണുകയാണ്. നാം ചിന്തിക്കണം സഹോദരന്മാരെ, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ പള്ളികൾ കാണുകയാണ്, മസ്ജിദുകൾ കാണുകയാണ്, ടെമ്പിളുകൾ കാണുകയാണ്, ചർച്ചുകൾ കാണുകയാണ്. അതെല്ലാം വിളിച്ചു പറയുന്നത് ദൈവീകതയാണ്. ദൈവീകമായ ആരാധനകളും ദൈവീക സ്നേഹങ്ങളും വിളിച്ചോതുന്നതായ സ്മാരകങ്ങളായി പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും അതും പോകുമ്പോൾ
അതാ വലത് ഭാഗത്തുകൂടി നമ്മൾ നമ്മുടെ വലത് കണ്ണുകൊണ്ടൊന്ന് വീക്ഷിക്കുമ്പോൾ, അത് കാണുമ്പോൾ, അതാ നമ്മുടെ ഇടത് കണ്ണുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കള്ളശാല ഷാപ്പുകളും അതുപോലെ സിനിമ തിയേറ്ററുകളും അതുപോലെ വ്യഭിചാരശാലകളും അതുപോലെ എന്ന് വേണ്ട എല്ലാ പേക്കൂത്തുകളും അരങ്ങേറുന്ന പല പല സംവിധാനങ്ങളും നമ്മുടെ ഇടത് കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത് രണ്ടും യഥേഷ്ടം നമുക്ക് ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ഈശ്വരൻ നമുക്കിത് രണ്ടും നൽകിയിട്ടുണ്ട്. ദൈവമാർഗമുണ്ട്, അതുപോലെ പിശാചിന്റെ മാർഗവുമുണ്ട്. നാം ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ തിരഞ്ഞെടുക്കുന്നതിലാണ് മനുഷ്യന്റെ ചിന്തയെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഇതാ അവൻ ഒരു വിഭാഗം നന്മ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിഭാഗം തിന്മയെ തിരഞ്ഞെടുക്കുകയാണ്. എത്രയധികം നന്മ തിരഞ്ഞെടുത്താലും തിന്മ തിരഞ്ഞെടുത്താലും ഉണ്ടല്ലോ, ഒരു നാളതാ ഭൂമിയിൽ നിന്ന് പോകുകയാണ്, മരിച്ചു, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അപ്പോൾ അതാ പുതിയ ജീവൻ ഉടലെടുക്കുകയാണ്. നമ്മളും ഇതുപോലെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുടലെടുത്ത് ജീവിച്ചു. ഒരു സുപ്രഭാതത്തിൽ അതാ ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകുകയാണ്. നമ്മുടെ ഡേറ്റ് കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ സൃഷ്ടിക്കപ്പെട്ടത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നല്ല പ്രവർത്തികൾ ചെയ്യണേ. അതിനു മുമ്പായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കാനായിരിക്കട്ടെ. പറഞ്ഞു വന്ന കാര്യമെന്ന് പറഞ്ഞാൽ, കാലോചിതമായി കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ആമുഖമായി പറഞ്ഞു വന്നത്, തലമുറകൾ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ട്, ഈ ഒരു ന്യൂ ജനറേഷൻ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യ ജീവജാലങ്ങൾ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത രൂപം, ആകൃതി എല്ലാം ഉണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക്, ആ ഒരു സൃഷ്ടിക്ക് ബുദ്ധിയും വിവേചനവും എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ നാം എല്ലാം ചില സമയങ്ങളിൽ ഉപേക്ഷിച്ച് വെറും നാൽക്കാലികളെ പോലെ ആകുന്ന കാലഘട്ടവും സമയവും ഉണ്ട്. എന്തായാലും മനുഷ്യന്റെ നേച്ചർ ഈസ് റൈറ്റ്, അതായത് വേരിഡ് ആണ്, വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് മനുഷ്യന്റെ. മനുഷ്യ സ്വഭാവം വ്യത്യസ്തമാണ്. എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഭാഗം, ഉൾക്കൊള്ളുന്നവര് എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള ആളുകളുമുണ്ട്. എന്നാൽ സമൂഹമേ, നിങ്ങളോട് ഞാൻ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെയും ഈ ഭൂമി ലോകത്തുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ജനസമൂഹത്തെ, മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ചത് സൃഷ്ടാവായ ഏക തമ്പുരാനെ, പടച്ച തമ്പുരാനെ ആരാധിക്കുവാനാണ്. അതുപോലെ തന്നെ ജിന്നുവർഗങ്ങളെയും. ഈ ഒരു സത്യം അതിനുവേണ്ടി മാത്രമാണ്. പക്ഷെ ജീവിതം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ, ഒരു ബോഡി എന്നുള്ളതായ നമ്മുടെ ജീവിതം നൽകിയിരിക്കുന്ന ആ ഘട്ടത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോകുകയാണ്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ, യാഥാർത്ഥ്യം യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് തന്നെയാണ് മുൻകാല കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളും. ആദ്യം ദൈവം തമ്പുരാൻ എല്ലാവരും സൃഷ്ടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാറാൻ തുടങ്ങി. മാറി ദൈവിക ചിന്തയിൽ നിന്നും വ്യതിചലിച്ച് പിശാചുകളെയും വിഗ്രഹങ്ങളെയും എല്ലാം ആരാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. സഹോദരന്മാരെ, യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കാലോചിതമായി പ്രവാചകന്മാർ അയക്കപ്പെട്ടു. ഈ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ കേൾക്കാതെ പുറം തിരിഞ്ഞു കളഞ്ഞ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈശ്വരൻ എന്ന് പറയുന്ന ജഗദീശ്വരൻ, ജഗത്തിന്റെ പരിപാലകൻ, നശിപ്പിച്ചു കളഞ്ഞു, അടിയെ മുറിച്ചു കളഞ്ഞു. അവർ ഇന്ന് വെറും സ്മരണകൾ മാത്രമായി. അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? തെളിവുകൾ ഇവിടെ ബാക്കിയാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല. അതങ്ങനെ കഴിഞ്ഞുപോയി, ആ കാലഘട്ടത്തിൽ ജീവിച്ചു. പക്ഷെ അവർ ചെയ്ത അക്രമങ്ങൾക്ക് പരിണിത ഫലമെന്നോളമായിരുന്നു അവർ ഇവിടെ നിന്നും മൃത്യുവായത്. അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കാന ആകിബത്തുൽ ലദീന ഖാല മിൻ ഖബ്ലിഹിം
ഇവിടെയുള്ള ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കണം. എങ്ങനെയായിരുന്നു അവരുടെ പതനമെന്നും എങ്ങനെയാണ് അവർ നശിച്ചതെന്നും നിങ്ങളുടെ തലമുറ ഏത് രീതിയിലാണ് അവസാനിച്ചതെന്നും നമ്മൾ നോക്കണം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്, അത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്തായാലും നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. ഈ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകും. സഞ്ചരിക്കാതെ തന്നെ നമുക്ക് വേദങ്ങളിലൂടെയും അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്കത് കാണുവാനായി സാധിക്കും. സഹോദരന്മാരെ, നമ്മൾ എന്തായാലും മനുഷ്യന്റെ ജീവിതം തെറ്റിലേക്ക് പോയപ്പോഴായിരുന്നു അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചത്. മനുഷ്യൻ എല്ലാവരും ഒന്നായിരുന്നു. മനുഷ്യ സമൂഹം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആളുകൾ വ്യതിചലിക്കാൻ പറഞ്ഞു. കാനന്നാസു ഉമ്മതൻ വാഹിദതൻ, അവരൊന്നായിരുന്നു. പിന്നെ അവർ ഭിന്നിച്ചു തുടർന്നപ്പോൾ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു, അറിയിക്കുവാൻ, സന്തോഷം കൊണ്ട് അറിയിക്കുവാനും വനസീറ, താക്കീത് നൽകുവാനൊക്കെ അയച്ചു. ഇത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം ബൈബിളിലും പറയുന്നുണ്ട്, ഇസ്രായേൽ ഗ്രഹത്തിലെ വഴിതെറ്റിപ്പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ മറ്റൊരാളുടെ അടുത്തേക്കും ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ. അതുപോലെ തന്നെ മോശ അലൈഹിസ്സലാമിനെ അയച്ചു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തആ. അതും വഴിതെറ്റിച്ചതായ ഒരു സമൂഹമായിരുന്നു ഫറോവയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. സീലോദൈൻ യതിറാഇത് ലുവാത്ത് അർബൈ ദൈതഗ ദബൈസ്. പുതിയ നിയമത്തിലെ പെഷിത്തയിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മത്തായി പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? അർബെ എന്ന് പറഞ്ഞാൽ ആടുകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോയ ഇസ്രായേലിലെ വഴിതെറ്റിപ്പോയ ആടുകളെ. ലുവാത്ത് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, യഥീറായിറ്റ്സ് കൂടുതലായി, സിലോദൈൻസ് എന്നാൽ പോകുക. ഇത് ഞാൻ പറഞ്ഞത് എന്താണ്? ഈസാ നബി അലൈഹിസ്സലാമിനോട് പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ സിറിയക്ക് ഭാഷയിലുള്ള, സുരിയാനി ഭാഷയിലുള്ള ഒരു വേർഡാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിൽ. ഇനി സംശയം ഉണ്ടെങ്കിൽ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, അയാളോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയും. ജെമിനിയോട് ചോദിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം പറയും. ജെമിനിയോട് ചോദിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഇത് മത്തായി സുവിശേഷം 10:6 പ്രതിപാദിക്കുന്നതാണ്. സിലോദൈ യഥീറായിറ്റ്സ് ലുവാത്ത്. ഇത് സിറിയക്ക് ഭാഷയാണ്, സുരിയാനി ഭാഷയാണ്. അർബെ ദൊദൈ ദബൈറ്റ്സ് ഇസ്രായേൽ. ഇത് അതിനകത്തുള്ള സംഭവമാണ്. ഇത് ഞാനിത് പറയണ അതിനകത്തുള്ള. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അയച്ചത് ബനു ഇസ്രായേലിലേക്ക്, വഴിതെറ്റിപ്പോയ സമൂഹത്തെ നന്നാക്കാൻ. കാനന്നാസു ഉമ്മതൻ വാഹിദ, ജനസമൂഹം ഒന്നായിരുന്നു. അവർ പിന്നീട് ഭിന്നിക്കാൻ തുടങ്ങി, ആരാധനകൾ വ്യതിചലിക്കാൻ തുടങ്ങി, പിശാചിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി പ്രവാചകന്മാരെ അയച്ചു, സന്ദേശങ്ങൾ അയച്ചു കൊടുത്തു. അതേ ഭാഷകൾ തന്നെ മറ്റൊരു ഗ്രന്ഥമായ, ഹൈന്ദവ സഹോദരന്മാരുടെ ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ പറയുന്നു, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാത്മകം. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ അധർമ്മം തലപൊക്കുന്നുവോ, അപ്പോഴൊക്കെ ഞാൻ സ്വയം അവതരിക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്തായാലും സൊസൈറ്റി, കമ്മ്യൂണിറ്റി മുഴുവൻ
ചീത്തയിലേക്ക് പോകുമ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടി വരുന്നവരാണ് പ്രവാചകന്മാർ. അപ്പോൾ ഈ ഒരു അവതാരം എന്നോളം ഇത് കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണൻ നേരിട്ട് അവതരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ബൈബിളും എല്ലാം പറയുന്നത്, ബൈബിളിൽ പറയുന്ന യഹോവ പറയുന്നതും അല്ലാഹു പറയുന്നതും, ഞാൻ പ്രവാചകന്മാരെ ആട് മേയ്ക്കാൻ, വഴിതെറ്റി നടന്ന ആടുകളെ നന്നാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രയോഗമാണിത്. വഴിതെറ്റി നടന്ന സമൂഹത്തെ ഉദ്ധരിക്കുവാനും നന്നാക്കുവാനും വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. സഹോദരന്മാരെ, അങ്ങനെ ഈ പ്രവാചകന്മാർ വന്ന് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത്, നിങ്ങൾ പലിശ തിന്നരുത്, ആക്രമിക്കരുത്, ആരുടെയും സ്വത്ത് പറിച്ചെടുക്കരുത്, ആധിപത്യം സ്ഥാപിക്കരുത്, അക്രമം അരുതേ, കൊലപാതകം അരുതേ, വ്യഭിചാരം അരുതേ, മോഷ്ടിക്കരുത്, നന്മയിലൂടെ മാത്രം മുന്നോട്ട് പോയി ദൈവത്തെ സദാസമയം ആരാധിക്കുക, അവന് വേണ്ടി കീഴ്വണങ്ങുക, ഇതിനു വേണ്ടിയാണ് നിങ്ങളെ ഭൂമിയിലൊക്കെ അയച്ചിരിക്കുന്നത്. അത് പറഞ്ഞ പ്രവാചകന്മാരെ മുഴുവൻ അവർ ഒന്നുകിൽ അവരും ഭ്രാന്തനാക്കി, അല്ലെങ്കിൽ അവനെ വിവരമില്ലാത്തവനാക്കി, അല്ലെങ്കിൽ സാഹിറാക്കി. ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സഹോദരന്മാരെ, അങ്ങനെ ഭൂമി ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കണ്ണികളിൽ അവസാനത്തെ പ്രവാചകനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ ലോകത്തിനോക്ക് നൽകിയ കാര്യമാണ്, നിങ്ങൾ ഏകനായ പടച്ച തമ്പുരാനെ ആരാധിക്കണേ. മൊത്തം സമൂഹത്തോട് പറഞ്ഞു, ഈ സൊസൈറ്റിയോട് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, മറ്റൊന്നിലേക്ക് ദൈവത്തെ പങ്കു ചേർത്ത് നിങ്ങൾ ആരാധിക്കരുത്. അവനെ മാത്രം ആരാധിക്കുക, അവന് വേണ്ടി നമസ്കരിക്കുക, അവന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക, അവന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുക, അവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നതാണ്. ഞാൻ നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നീ ചെന്നിത് പറഞ്ഞു കൊടുക്കണം, പ്രവാചകരെ അങ്ങിത് പറഞ്ഞു കൊടുക്കണം. പറയൽ മാത്രമാണ് അങ്ങയുടെ ദൗത്യം. ഹിദായത്ത് കൊടുക്കുന്നവൻ ഞാനാണ് പ്രവാചകരെ. സഹോദരന്മാരെ, ഹിദായത്ത് എന്ന് പറയുന്ന, സന്മാർഗം എന്ന് പറയുന്ന സംഭവം ലഭിക്കുന്നത് ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഉള്ളൂ. വാത്തോരാതെ സംസാരിച്ചിട്ട് കേട്ടിട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കൊള്ളാൻ കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ്, പക്ഷേ അവൻ ആ കേട്ട, ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ചല്ല, ബഹുദൈവ ആരാധകരും വിഗ്രഹ ആരാധകരും അതുപോലെ തന്നെ നിരീക്ഷരവാദികളും യുക്തിവാദികളുമായ ആളുകൾ പറയും, കൊള്ളാം, സ്പീച്ച് കൊള്ളാം, സൂപ്പർ, കലക്കി, നല്ല സ്ഫുടതയുണ്ട് കേട്ടോ, ഭാവിയുണ്ട് കേട്ടോ മോനെ. എന്ത് ഇങ്ങനെ കുറെ കമന്റ് ഇട്ട് അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇവനിവിടെ കിടക്കുകയാണ്. ഇവനിപ്പോഴും കാളവയലിന്റെ യുഗത്തിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുന്ന കാലഘട്ടം. അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, ഒരു സർവേഷനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അവനാണല്ലോ സർവത്തിന്റെയും ഉടമസ്ഥൻ, അവനിലേക്ക് ചെന്നാൽ പോരെ, എന്തിനാണ് എനിക്ക് മധ്യമാർത്ഥികൾ, എന്തിന് ഞാൻ മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നു, എനിക്ക് എൻ്റെ ഈശ്വരനെ നേരിട്ട് ആരാധിച്ചാൽ എന്താണ് പ്രശ്നം, എനിക്ക് മറ്റൊരു മാധ്യമം അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ എനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവൻ പൂർവിക പിതാക്കന്മാർ ആരാധിച്ചിരുന്നതും അവർ പറഞ്ഞതുമായ കാര്യങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു സംഭവമുണ്ട്, നരകവും സ്വർഗവും. ആ നരകവും സ്വർഗവും ലഭിക്കുന്നത് അനുസരണയുള്ളവരും ധിക്കാരികളുമല്ലാത്തവരാണ്. സത്യത്തിൽ നിന്നും കേൾക്കാതെ ചെവി തിരിഞ്ഞു കളയുന്നവരാണ് അഹങ്കാരികളെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളും ഖുർആൻ ആയത്തുകളും വളരെ വ്യക്തമായി പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, അറിവുകൾ പഠിക്കുക. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തലമുറയ്ക്കാണ് ആവശ്യം. പഴയ കാലത്ത് ഇസ്രായേലും മൂസയും മോശയും എബ്രഹാമൊക്കെ കഴിഞ്ഞുപോയി. അവരൊക്കെ ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഭൂമി ലോകത്ത് പറഞ്ഞത്. എന്തായാലും നിർത്തുന്നു സഹോദരന്മാരെ. ഈ കാലഘട്ടത്തിലേക്ക് വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മോശയും ഈസയും യൂസുഫും യൂനുസും എബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും എന്ന് വേണ്ട നോഹയും എല്ലാം പറഞ്ഞ തത്വത്തിലേക്ക് മടങ്ങുക. അതാണ് നിങ്ങൾക്ക് വിജയിക്കാൻ വിജയലക്ഷ്യം, വിജയത്തിൻ്റെ പാത. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിക്കുക, നമ്മുടെ മുന്നിൽ നല്ലൊരു ഡോക്ടറുണ്ട്, നല്ലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇരിക്കുമ്പോൾ ആ ഡോക്ടറിന്റെ ശിഷ്യനായ ഒരാളുടെ അടുക്കൽ പോയിട്ട് അത് കൊള്ളാൻ, കുഴപ്പമില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലും മതി, ഇവിടെ ശിഷ്യനുണ്ട്. പക്ഷെ ആ പവർ എത്ര വന്നാൽ ആ ഡോക്ടറിന്റെ അടുക്കലുള്ള പവർ ഈ ചെറിയ ശിഷ്യനുണ്ടാകില്ല. അവന്റെ ശിഷ്യനാണ്. അപ്പോൾ ആ ശിഷ്യന്റെ അടുക്കൽ ചെന്നാലും
കാര്യങ്ങൾ നടക്കുമെന്നുള്ള രീതിയിൽ പോകുമ്പോൾ അവിടെ ഡോക്ടർ, അവിടെ എല്ലാം നൽകുന്ന ഡോക്ടർ, എല്ലാം അറിയുന്ന ഡോക്ടറെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ലോകത്തിന്റെ എല്ലാ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തമ്പുരാനെ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളുടെയും ഫോട്ടോസിന്റെയും ഐതിഹ്യങ്ങളുടെയും സാങ്കല്പികങ്ങളുടെ പിന്നാലെ പോകുന്നവരെ നിങ്ങൾ ഒരു വേള ചിന്തിക്കണം. യഥാർത്ഥ ഈശ്വരൻ പരബ്രഹ്മം ആരാണ്? ബ്രഹ്മത്തിന്റെ ഈശ്വരൻ, ജഗനിയന്താവ്, ജഗതീശ്വരൻ ആരാണെന്ന് പഠിക്കണം. ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടാവെന്ന് പറയുന്ന എല്ലാ മതത്തിനും സൃഷ്ടാവുണ്ട് സഹോദരന്മാരെ. പറയാൻ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയാൻ 1000 നാവുകളാണ്. എൻ്റെ ഈശ്വര, എൻ്റെ ദൈവമേ, എൻ്റെ അള്ളാ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ യഹോവ, എൻ്റെ കർത്താവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ കർത്താവിനെ മറ്റൊന്നിലേക്ക് ചേർക്കുകയാണ്, ഈ ഈശ്വരനെ മറ്റൊന്നിലേക്ക് ചേർക്കുകയാണ്. ഈശ്വരന്റെ സ്ഥാനത്ത് വേറൊരുത്തരാളുടെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സഹോദരന്മാരെ, തെറ്റാണ്, യാതൊരു സംശയമില്ല കാര്യം. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് നാളെ എന്ന ജീവിതത്തിൽ മരണാനന്തര ശേഷം ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവരുടെ മുന്നിൽ നരകം പ്രദർശിപ്പിക്കപ്പെടും. അവർക്ക് അറിവ് ലഭിച്ചിരുന്നു, പക്ഷേ അവരത് സ്വീകരിച്ചില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കുക. ഭാവി ജീവിതം ഭാസുരമാക്കുവാനും, അതായത് മരണാനന്തര ജീവിതം വിജയത്തിലാക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.